പാതിവില തട്ടിപ്പിന് കുടുംബശ്രീ വഴിയും പ്രചാരണം നടന്നു. പകുതി വിലയിൽ സ്കൂട്ടറും ലാപ്ടോപ്പും ലഭിക്കുന്നതിനായി CDS ചെയർപേഴ്സൺമാർക്ക് കുടുംബശ്രീ മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ നൽകിയ കത്ത് പുറത്തുവന്നു. അതിനിടെ സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണം ഊർജിതമാക്കി. പ്രധാനപ്പെട്ട 11 കേസുകൾ തുടക്കത്തിൽ പരിശോധിക്കാനാണ് തീരുമാനം. കേസിൽ സായിഗ്രാം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാറിന്റെ അറസ്റ്റ് വൈകും. മുൻകൂർ ജാമ്യാപേക്ഷയിലെ തീരുമാനം അറിഞ്ഞ ശേഷം നടപടിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിന് തീരുമാനം. കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ 16 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വിപിൻ C. വിജയൻ, S. ശ്രീകാന്ത്, രാഹുൽ സുരേഷ് എന്നിവർ വാർത്തയുടെ വിവരങ്ങളുമായി. ആദ്യം ഞാൻ വിപിനിലേക്ക് പോകുന്നു. വിപിൻ, നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട ശബ്ദരേഖ ഇൻസ്റ്റാഗ്രാം മോഡലിൽ കുട്ടികൾക്കായി ഒരു വോളണ്ടിയർ ഗ്രാം എന്നൊരു സംവിധാനം ഉണ്ടാക്കുന്നു. ആ വോളണ്ടിയർ ഗ്രാം അങ്ങനെ നാൾക്ക് നാൾ വിജയിക്കുന്നു. ഇൻസ്റ്റാഗ്രാമിന് മുകളിൽ അത് വെന്നിക്കുടി പാറിക്കുന്നു. അതിനുശേഷം അതങ്ങ് വിൽക്കുന്നു എന്നൊക്കെയുള്ള ഇയാളുടെ കൺവിൻസിംഗ് ഐഡിയകൾ, കൺവിൻസിംഗ് സ്റ്റാർ ഐഡിയകൾ നമ്മൾ കേട്ടതാണ് ശബ്ദരേഖ വഴി. കുടുംബശ്രീ വഴി ഏത് രീതിയിലുള്ള തട്ടിപ്പ് ഓപ്പറേഷനാണ് ഇയാൾ പ്ലാൻ ചെയ്തത്? വിപിൻ. അശ്മി, സർക്കാർ നിയന്ത്രണത്തിലുള്ള കുടുംബശ്രീയെ തന്നെ ഈ പാതിവില തട്ടിപ്പിന് പ്രചാരകരാക്കി ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗൗരവം കൂട്ടുന്നത്. ഒപ്പം തന്നെ അതിൻ്റെ ഒരു ദുരൂഹതയും കൂട്ടുന്നത്. കാരണം മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ 2024 മാർച്ച് 31 എല്ലാ CDS ചെയർപേഴ്സൺമാർക്കും ഇങ്ങനെ ഒരു ആനുകൂല്യമുണ്ട്, അത് ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ അത് ഒരൊറ്റ NGOയെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് അത് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് കൂടിയാണ് അതിൻ്റെ ഒരു ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. കാരണം നിലമ്പൂരിൽ പ്രവർത്തിക്കുന്ന JSS എന്നുള്ള ഒരു NGO സംഘമുണ്ട്. അപ്പോൾ ഈ NGO സംഘം വഴി നിങ്ങൾക്ക് ഈ ആനുകൂല്യം പറ്റാമെന്നാണ് ജില്ലയിലെ തന്നെ എല്ലാ ചെയർപേഴ്സൺമാർക്കുമായിട്ട് നൽകിയിരിക്കുന്ന ഈ കത്തിൽ പറയുന്നത്. പക്ഷേ അത് എത്രത്തോളം ആളുകൾ ഉപയോഗപ്പെടുത്തി, എത്രത്തോളം ആളുകൾ ഈ JSSനെ ബന്ധപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി കൂടുതൽ പരിശോധനയിൽ മാത്രമാണ് വരേണ്ടത്. ഒപ്പം തന്നെ ഈ JSS തങ്ങൾക്ക് ഏകദേശം 40 ലക്ഷത്തോളം രൂപ ഈ അനന്തകൃഷ്ണൻ തങ്ങളെ പറ്റിച്ചു എന്ന് കാണിച്ചുകൊണ്ട് നിലമ്പൂർ പോലീസിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്. അതിൽ അനന്തകൃഷ്ണനെതിരെ പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. അപ്പോൾ JSSന് ഇതിൽ എത്രത്തോളം പങ്കുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ആളുകൾ അവർക്ക് ഇതിന് പണം കൊടുത്തിട്ടുണ്ട്, ഈ സ്കൂട്ടറിനും ഒപ്പം തന്നെ ലാപ്ടോപ്പിനുമൊക്കെയായി കുടുംബശ്രീ അംഗങ്ങൾ എത്രത്തോളം സ്ത്രീകൾ പണം കൊടുത്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളിൽ കൂടി വിശദമായിട്ടുള്ള ഒരു അന്വേഷണം വേണം. ജില്ലാ കോർഡിനേറ്റർ തന്നെ എന്തായാലും എല്ലാ CDS ചെയർപേഴ്സൺമാർക്കും ഇത്തരമൊരു കത്ത് അയച്ച് ഈ ഒരു ആനുകൂല്യം പറ്റണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വിശ്വാസ്യത വർദ്ധിക്കുകയും സ്ത്രീകൾ ഇതിൽ കൂടുതൽ പണം കൊടുക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്ന കാര്യവും. അശ്മി. ഓക്കെ, വിപിൻ C. വിജയനാണ് ആ വാർത്തയുടെ കുടുംബശ്രീ ഉപയോഗിച്ച് എന്ന് പറഞ്ഞാൽ ഇയാൾ ഏതൊക്കെ സംവിധാനങ്ങളുണ്ടോ അതൊക്കെ സംവിധാനത്തിന് ഈ പാതിവില തട്ടിപ്പിന്റെ വഴിയാക്കാൻ നോക്കി എന്നത് പ്രകടമാണ്. കേരളത്തിലെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ പോലും ഇയാളുടെ തട്ടിപ്പിന്റെ കാര്യങ്ങൾ നീണ്ടുപോയി എന്നുള്ളത് തട്ടിപ്പിന്റെ വ്യാപ്തി ഇപ്പോഴും എത്രത്തോളമാണ് തട്ടിപ്പെന്ന് നമുക്ക് ബോധ്യമാവാത്തതിന് കാരണം അതുകൂടിയാണ്. S. ശ്രീകാന്താണ് അതിന്റെ വിവരങ്ങളുമായി ചെയ്യുന്നത്. ശ്രീകാന്ത്, ഇത്രയും അധികം പരാതികൾ വന്ന മറ്റൊരു തട്ടിപ്പ് കേസുണ്ടോ എന്നറിയില്ല. പരാതി പെരുക്കമാണ്, ആയിരക്കണക്കിന് പരാതികളാണ്. ആ പരാതി പെരുക്കത്തിൽ കേരള പോലീസ് അന്തം വിട്ടു നിൽക്കുന്ന കാഴ്ച ആദ്യം നമ്മൾ കണ്ടു. അതിനുശേഷം ക്രൈംബ്രാഞ്ച് ഒരു പ്ലാനുമായി രംഗത്ത് വരികയും ഓരോ ജില്ല കേന്ദ്രീകരിച്ചും അന്വേഷണം എന്നൊക്കെ പറയുകയും ചെയ്തു. അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ടോ ശ്രീകാന്ത്? ക്രൈംബ്രാഞ്ചിൻ്റെതായി ഹഷ്മി ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവരുടെ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. നിലവിൽ അവർ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുണ്ട്. ആ കേസുകൾ ക്രൈംബ്രാഞ്ചിന് രജിസ്റ്റർ ചെയ്യേണ്ടി വരും അവരുടെ ഭാഗത്തേക്ക്. അതിനുശേഷം തുടർ നടപടി സ്വീകരിക്കാനേ അവർക്ക് സാധിക്കുകയുള്ളൂ. ആ നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. ഏറ്റവും അധികം തുകയുടെ തട്ടിപ്പ് നടന്ന 11 കേസുകൾ ഇപ്പോൾ അവർ എടുത്തിട്ടുണ്ട്. ആ 11 കേസുകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇപ്പോഴത്തെ അന്വേഷണം മുന്നോട്ട് പോവുക. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് 3 ജില്ലകളിലായിരിക്കും അവരുടെ ശ്രദ്ധ ആദ്യഘട്ടത്തിൽ കേന്ദ്രീകരിക്കുക. എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലാണ് വലിയ സംഖ്യയിൽ തട്ടിപ്പുകൾ നടന്നത്. അതവർ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ബഡ്സ് ആക്ട്, ഈ വ്യക്തിക്കെതിരെ അനന്തകൃഷ്ണനെതിരെ ബഡ്സ് ആക്ട് ചുമത്താൻ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്നും നീക്കം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനിടെ അനന്തു ബന്ധുക്കളുടെയും ബിനാമികളുടെയും പേരിൽ വാങ്ങിയ വസ്തുവകകൾ കണ്ടുകെട്ടാനും ക്രൈംബ്രാഞ്ച് ഇപ്പോൾ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് അവരുടെ ഭാഗത്തു നിന്നും അവരുടെ പ്രാഥമികമായ നടപടികൾ, നീക്കങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഒരു കാര്യമുണ്ട്. ഈ ആനന്ദ് കുമാർ, സായിഗ്രാമിന്റെ ഡയറക്ടർ കൂടിയായ ആനന്ദ് കുമാറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യം അന്വേഷിച്ചപ്പോൾ വ്യക്തമാക്കിയ കാര്യം, അത് ക്രൈംബ്രാഞ്ചിന്റെ വേർഷൻ കൂടിയാണ്. അവർ പറയുന്നത് ഇപ്രകാരമാണ്: സാമ്പത്തിക കേസാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു അറസ്റ്റിലേക്ക് പോകുമ്പോൾ അതിൽ കൂടുതൽ തെളിവുകൾ, രേഖകളൊക്കെ തന്നെ ശേഖരിക്കേണ്ടതുണ്ട്. അത് നടക്കുകയാണ്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ അറസ്റ്റിലേക്ക് നീങ്ങൂ എന്നുള്ളതാണ് ഇപ്പോഴും ക്രൈംബ്രാഞ്ച് പറയുന്നത്. മാത്രമല്ല, ഈ ആനന്ദ് കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലാണ്. ഒരു പക്ഷേ അതുവരെ ക്രൈംബ്രാഞ്ച് സംഘം കാത്തിരിക്കാനും സാധ്യതയുണ്ട്. അവരുടെ വേർഷൻ വിശദമായ ചോദ്യം ചെയ്യലുകൾ കഴിഞ്ഞേ അറസ്റ്റിലേക്ക് പോകാൻ സാധിക്കൂ. സാമ്പത്തിക കേസാണ് എന്നവർ ചൂണ്ടിക്കാട്ടുന്നു.
ഓക്കെ, ശ്രീകാന്താണ് ക്രൈംബ്രാഞ്ചിന് അന്വേഷണ വഴിയുടെ വിവരങ്ങൾ നൽകിയത്. മുന്നോട്ടേക്ക് പോകുന്നു എന്ന് അവർ തന്നെ പറയുകയുമാണ്. നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് ഇതിൽ മുന്നോട്ട് പോകുന്നുള്ള കാര്യം. രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് വിളിക്കുന്നത്. രാഹുൽ, 918 പേരിൽ നിന്നായി 1-2 6.32 കോടി രൂപ തട്ടിയെടുത്തു ഫറോക്ക് പോലീസിൽ കേസുണ്ട്. അതടക്കം പുതിയ കേസുകൾ, പുതിയ പരാതികൾ, കോഴിക്കോട്ടെ അവസ്ഥ എന്താണ് രാഹുൽ? ഹാഷ്മി, പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിൽ നിരവധി പരാതികളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരേ സ്വഭാവമുള്ള പരാതികളായതിനാൽ നിലവിലുള്ള എഫ്ഐആറുകളോട് അറ്റാച്ച് ചെയ്ത ശേഷം അന്വേഷണം നടത്തുകയാണ് ചെയ്യുന്നത്. കോഴിക്കോട് സിറ്റി പരിധിയിൽ ഇതുവരെ 5 കേസുകളും കോഴിക്കോട് റൂറൽ പരിധിയിൽ 11 കേസുകളുമാണ് പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ ആകെ 16 പരാതികളാണ്. പക്ഷേ 5554 പേർ തട്ടിപ്പിനിരയായിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ നിലവിലെ കണക്കുകളിൽ പറയുന്നത്. അങ്ങനെ 20 കോടിയോളം രൂപയാണ് ഈ 5500ഓളം ആളുകൾക്ക് നഷ്ടമായി പറയുന്നത്. ആദ്യഘട്ടത്തിൽ കുറേയധികം ആളുകൾക്ക് ലാപ്ടോപ്പുകൾ, സ്കൂട്ടറുകൾ ഉൾപ്പെടെ വിതരണം ചെയ്തിരുന്നു. അതുകൊണ്ട് ഇവരിൽ നിന്നും മൊഴി രേഖപ്പെടുത്താനും നിലവിൽ പോലീസിന്റെ തീരുമാനമുണ്ട്. അതുകൊണ്ട് ഏതാണ്ട് 1 ലക്ഷത്തോളം ആളുകൾക്ക് ഇതിനോടകം തന്നെ സാധനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ പോലീസ് സ്റ്റേഷനും കേന്ദ്രീകരിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ സാധനങ്ങൾ ലഭിച്ച ആളുകളിൽ നിന്നും മൊഴി രേഖപ്പെടുത്താനും നിലവിലെ തീരുമാനമുണ്ട്. എന്താണെങ്കിലും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പോലീസ് അന്വേഷണത്തിന്റെ വിവരങ്ങൾ പൂർണ്ണമായും തന്നെ ഓരോ ജില്ലയിലെയും ക്രൈംബ്രാഞ്ച് സംഘങ്ങൾക്ക് നൽകാനും നിലവിൽ പോലീസിന്റെ തീരുമാനമായിട്ടുണ്ട്. ഇന്നും നിരവധി പരാതികളാണ് ഈ നിമിഷവും ഓരോ പോലീസ് സ്റ്റേഷനുകളിലും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഹാഷ്മി. ഓക്കെ, രാഹുൽ സുരേഷാണ് കോഴിക്കോട്ടെ പരാതിയുടെ വിവരങ്ങൾ നൽകുന്നത്. കോഴിക്കോട് മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ പുതിയ പരാതികൾ വരികയാണ്. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഐക്യ കേരളം ഇതുവരെ കണ്ട തട്ടിപ്പുകളിൽ ഏറ്റവും വലിയ വ്യാപ്തിയുള്ള, ഏറ്റവും അധികം ആളുകൾ വഞ്ചിക്കപ്പെട്ടൊരു തട്ടിപ്പാണ് ഈ അനന്തകൃഷ്ണന്റെയും സംഘത്തിന്റെയും പാതിവില തട്ടിപ്പ് എന്ന തർക്കമില്ല. അന്വേഷണം നടക്കട്ടെ.